ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖം തന്നെ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ട്, അതുപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനൂടെ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ട്രെൻഡിയോളിൽ കുറച്ച് കുക്ക് വെയർ സെറ്റ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 ഡേയ്സിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓർഡർ ആക്കി പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. നല്ല ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പം നിങ്ങളും കൂടെ അറിയിച്ചാൽ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കോളിട്ടാ. നമ്മളിപ്പോൾ ഏത് കുക്ക് വെയർ സെറ്റെല്ലാം വാങ്ങുമ്പം നമ്മളെ ഹെൽത്തിനും കൂടെ ഓക്കെ ആണെന്ന് വാങ്ങണം. അപ്പം ഞാനിങ്ങനെ തപ്പി നടന്ന് ലാസ്റ്റ് വാങ്ങിച്ചതാണ് കേട്ടത്. ഇത് ഭയങ്കര റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് കാസ്റ്റ് അയൺഡാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര വെയിറ്റാണ് കേട്ടോ. നല്ല വെയിറ്റാണ്, ചെറുതും വലുതും എല്ലാം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാനിതിൽ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെസിപ്പി ചെയ്തപ്പം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ അത് ചൂടായി കിട്ടാൻ കുറച്ച് പാടുണ്ട്. പക്ഷേ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്നാവുന്നുണ്ട് കേട്ടോ, റെഡിയാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മൂടിയായാലും അതായത് ടോപ്പൊക്കെ ഭയങ്കര വെയിറ്റാണ്. ഈ ഒരു സെറ്റിൽ 4 പീസസ് വരുന്നുണ്ട്. ഒന്ന് വലുത്, പിന്നെ അതിൻ്റെ ഒന്ന് ചെറുത്, അതിൻ്റെ ചെറുത് വന്നിട്ടാ. പിന്നെ ഒരു ഫ്രൈ പാനും ഉണ്ട്. ഈ പാനില്ലേ എല്ലാം നല്ല വെയിറ്റാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ദമ്മിടുകയൊക്കെ ചെയ്യൂലേ, അപ്പോൾ അതിൻ്റെ മേലെ അമ്മിക്കല്ലെല്ലാം വെച്ചിട്ടല്ല ദമ്മിടുക. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിൽ നമ്മൾ ബിരിയാണിയിൽ ഉണ്ടാക്കുമ്പം ഈ ഒരു മൂടി തന്നെ മതി അതിൻ്റെ ദമ്മാവാൻ വേണ്ടിയിട്ട്. അത്രയും നല്ല വെയിറ്റും ഉണ്ട്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ചെയ്യേണ്ടത് നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. ഹെൽത്തിനും നല്ലതാണ്, പിന്നെ ഒന്നാവല്ല കേട്ടോ. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം, കുറച്ച് വെയിറ്റ് ഉണ്ടായതുകൊണ്ട് അതിനനുസരിച്ചുള്ള സൂക്ഷിക്കണം, അത്ര തന്നെ. ബാക്കിയെല്ലാം ഓക്കെ ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ 2 ഗ്ലൗസും പിന്നെ പെപ്പറും ഉപ്പെല്ലാം ഇട്ടേക്കുന്ന അതും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് സെറ്റ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമായത് വൈറ്റാണ് കേട്ടോ. അങ്ങനെ വൈറ്റ് വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ട്രെൻഡിയോളിൽ നിന്നാണ്. അപ്പോൾ ട്രെൻഡിയോൾ ഇന്ത്യയിൽ ഇല്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ദുബായിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. ഞാൻ സ്റ്റോറിയിൽ ഇൻസ്റ്റാ പേജിൻ്റെത് ഫാസെല്ലു എന്നാണ് കേട്ടോ. അപ്പം അതിൽ ഞാൻ സ്റ്റോറി വെക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ റീപ്ലൈ തരാം, ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലത്തെ കുക്ക് വെയറിൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് അയച്ചു കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ആരാണ് ഇവിടെ ഉള്ളത് അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്താൽ അവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിച്ച് വെച്ചാൽ നാട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാമല്ലോ. അപ്പോൾ നല്ല ഓഫർ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിച്ചോളിയിട്ടാ. നല്ല ഓഫർ, നല്ല അടിപൊളി ഓഫറാണ്. പിന്നെ എൻ്റെ കോഡ് യൂസ് ആക്കാൻ മറക്കരുത് കേട്ടോ. FASA എന്നാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. ഈ കോഡ് യൂസ് ആക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ആക്കാന്നുണ്ടെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ പറയലുണ്ട് ലിങ്ക് കിട്ടുന്നില്ല എന്നെല്ലാം. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ കുക്ക് വെയർ എല്ലാം കിട്ടി. അത് ഏത് സ്ഥലത്താണ് വെക്കേണ്ടി അതെല്ലാം നോക്കിയിട്ട് വെച്ചിട്ട് സെറ്റാക്കിയിട്ടെല്ലാം വെച്ച് അപ്പോൾ ഒരു സമാധാനമായിട്ടാണ്. ഇനിയിപ്പോൾ അതിൻ്റെ കുറേ ബോക്സ് എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിവാക്കാനുണ്ട്. പിന്നെ ക്ലീൻ ആക്കാനെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ രാത്രിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇങ്ങനത്തെ പണിക്കെല്ലാം ഇറങ്ങിയാൽ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. ഞാൻ ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ ഫുള്ളായിട്ട് ഒന്ന് മൊത്തത്തിൽ അടിച്ചേരിയിട്ട് തുടക്കും. എനിക്കിങ്ങനെ മൊത്തത്തിൽ ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങനെ പൊടി ഒന്നും ഉണ്ടാവില്ല. എന്നാലും ഇവിടെ നല്ല പൊടിയാണേനും എന്നാലും നമുക്കിങ്ങനെ നാട്ടിലത്തെ പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ അടിച്ചേരി തുടക്കാം അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആഴ്ചയിൽ ഞാൻ എല്ലായിടത്തും എൻ്റെ കൈ ഇങ്ങനെ ഒരു ദിവസം ഒരിടത്ത് തുടക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പുറത്ത് അന്ന് എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നാളെ റൂം നന്നാക്കും. അങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കുന്നതുകൊണ്ട് തന്നെ വലിയ ഭാരം ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ പൊടിയെടുക്കാനും ഇതെല്ലാം. പക്ഷെ ഇവിടെ പൊടിക്കാറ്റെല്ലാം ഇപ്പോൾ തണുപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിക്കാറ്റ് ചിലപ്പോൾ അടിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉള്ളിലേക്ക് നല്ലോണം പൊടി മാറും. അപ്പം ചിലപ്പോൾ ആഴ്ചയിൽ 2 വട്ടമെല്ലാം അങ്ങനെ അടിച്ചേരി തുടക്കും. അപ്പം ഞാൻ അടിച്ച് വാരലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം മട്ടൺ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മന്തിയാക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ചിരിക്കാൻ വന്നു, ഇത്താ നിങ്ങളിപ്പോൾ എന്താ മന്തി ആക്കാത്തതെന്ന്.
സത്യം ഞാൻ മന്തി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മുന്നേ 2 ആഴ്ച മുന്നെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും മന്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടതാ 1 കിലോ മട്ടൺ ഉണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ഉള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇട്ടാം. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് പറയാം. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ മല്ലി 1 ടേബിൾ സ്പൂണ്, കുരുമുളക് 1 ടേബിൾ സ്പൂണ്, പിന്നെ 2 കഷ്ണം പട്ട, ഏലക്ക ഒരു 3-4, പിന്നെ 2 ഗ്രാമ്പു അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ മട്ടൻക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ലേന് കേട്ടോ, അങ്ങനെ ഊറ്റിയിട്ട് കുറേ നേരം ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ അതിലുള്ള വെള്ളം തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതാ മൊത്തത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഇത് മട്ടന് വേവാൻ കുറച്ച് ടൈം എടുക്കൂട്ടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. പിന്നല്ലേ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ സുർക്ക ഒഴിച്ച് കൊടുക്കണം. കാര്യം എന്താ മട്ടൻ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അത് മറക്കണ്ട, അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയതാണ്. മട്ടന് വേവിക്കാൻ വേണ്ടി വെച്ച് ഇനിയിപ്പം തുടക്കാനുണ്ട് കേട്ടോ, ക്ലീനാക്കാൻ അടിച്ചേരിയിട്ടുള്ളൂ, തുടക്കാനുണ്ട് മൊത്തത്തിലൊക്കെ. അപ്പം ഞാൻ വിചാരിച്ച അതിൻ്റെ മുന്നായിട്ട് മട്ടന് വേവിക്കാനും വെക്കാം. ഞാൻ തുടച്ച് വരുമ്പോഴത്തേന് മട്ടന് വേവുമല്ലോ, അങ്ങനെ മട്ടന് വേവിക്കാൻ വെച്ചത്. പിന്നെതാ ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. ചായ എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്നറിയോ, ചായ അപ്പോൾ ഞാൻ കൂടുതലും നിർത്തി ഇങ്ങനെ വരികയാണ് കേട്ടോ. മധുരം പിന്നെ കൂടുതലും കഴിക്കലില്ല. അപ്പോൾ കുറച്ചെല്ലാം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് മാഷാ അല്ലാ. ചിലവർക്കെല്ലാം ചായ പെട്ടെന്ന് നിർത്താനൊന്നും പറ്റില്ല. ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ നേരെ അറിയാതെ തന്നെ കിച്ചണിലേക്ക് പോയിട്ട് ചായ ഉണ്ടാക്കിയിട്ടെല്ലാം വരും. ഒരു വൈകുന്നേരം ആകുമ്പോൾ ചിലർക്ക് രാവിലെയും കിട്ടേണ്ടി വരും. പക്ഷേ എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അപ്പം ഞാൻ എന്താക്കി അറിയോ, ചായ അവിടെ നിർത്തുക, സ്റ്റോപ്പാക്കുക, ബ്ലാക്ക് കോഫിയും ഗ്രീൻ ടീ അതെല്ലാം കുടിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്താക്കി, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെന്തിപ്പാ പിന്നെ ഈത്തപ്പഴത്തിൻ്റെ കുരുല്ലേ, ഞാൻ ഈത്തപ്പഴ ലഡു ഉണ്ടാക്കിയില്ലേനോ, അപ്പം അതിൻ്റെ കുരു ഞാൻ എടുത്ത് വെച്ചിട്ട് അത് വറുത്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വറുക്കുന്ന അത് ഇപ്പോഴല്ല, ഒരു 2 കൊല്ലം മുന്നെന്തോ. എന്നിട്ട് വറുത്തിട്ട് അത് നല്ലോണം മിക്സിയിൽ പൊടിച്ചതാണ്. എന്നിട്ട് പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ട എല്ലാം കുറച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് ഈത്തപ്പഴത്തിൻ്റെ കുരു കുറച്ച് കൂടുതലുണ്ടായിക്കോട്ടെ, ബാക്കിയെല്ലാം കുറച്ച് എടുക്കുക. എന്നിട്ട് നല്ലോണം പൊടിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ഒരു ബോട്ടിലിട്ട് വെച്ചതാണ്. അത് ഒരു 1/4 ടീസ്പൂണ് ഗ്ലാസ്സിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം കൂടെ വെച്ചിട്ട് അങ്ങനെ കേട്ടോ ഞാൻ ഈ ചായക്കും പാരും ഇങ്ങനെ കുടിക്കല. എന്തെങ്കിലും ഒരു ഫ്ലേവർ മതിയല്ലോ, അപ്പം നല്ല ഹെൽത്തിനും നല്ലതാണ്. ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടി പോകാൻ പാടില്ല കേട്ടൊന്നും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കുടിച്ച് കഴിഞ്ഞ് അതിൻ്റെ കൂടെ സൺഫ്ലവർ സീഡ് ഉണ്ടായിരുന്നു. അതെന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കലുണ്ട്. അതും കഴിച്ച് ഇനിയിപ്പോൾ ഞാൻ തുടച്ചെടുക്കട്ടെ. തുടച്ചെടുക്കുമ്പോൾ ഞാൻ ടേബിള്, ടിവിൻ്റെ സ്റ്റാൻഡ്, മിറർ എല്ലാം തുടച്ചെടുക്കും കേട്ടോ. ഫുള്ളായിട്ടാണ് തുടച്ചെടുക്കുക. ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ മൊത്തത്തിൽ സോഫമ്മലെല്ലാം നമ്മൾ അറിയാതെ തന്നെ നല്ലോണം പൊടി ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ തുടച്ചെടുക്കല. ഈ ഒരു ഭാഗത്തൊക്കെ ഇല്ലേ, ഞാൻ അപ്പോൾ തുടക്കുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കാല് കയറ്റി വെച്ചിട്ടല്ലേ ഇരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര പൊറുതിയിടാന്നിട്ടത്. അപ്പോൾ ഞാൻ വേഗം അതിങ്ങനെ തുടച്ചെടുക്കല, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ അടയാളം വരുമല്ലോ. ഞാൻ എന്താക്കില്ല അറിയോ, കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കല, എന്നിട്ട് അതിൽ പാത്രം കഴുകുന്ന ലിക്വിഡ് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് കുറച്ച് ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് ചെറിയ കയ്യിൽ മുക്കാൻ പറ്റുന്ന ചൂട് കേട്ടോ. എന്നിട്ട് ആ തുണിയിലിട്ടിട്ട് നല്ലോണം പിഴിഞ്ഞിട്ട് അങ്ങനെ തുടച്ചെടുക്കല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് പോരുന്ന പോലെ, അതായത് ഈ പൊടിയൊക്കെ പെട്ടെന്ന് ചളി പൊടി ഇതെല്ലാം പെട്ടെന്ന് ഇങ്ങനെ വേഗം വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ അങ്ങനെ തുടച്ചെടുക്കും കേട്ടോ. നല്ല ചൂടല്ല കേട്ടോ, കൈയൊന്നും നമുക്ക് മുക്കാനൊന്നും പിയ്യാനൊന്നും കഴിയല്ല. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കുറച്ച് ലിക്വിഡ് ഇട്ടിട്ട് ഡെറ്റോളോ എന്തെങ്കിലും സ്മെല്ലിനെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ തുടച്ചെടുത്താൽ മതി ആ ഒരു മുണ്ടിൽ. അപ്പോൾ നല്ല സ്മെല്ലും ആവും, പിന്നെ നല്ല ക്ലീനും ആവുന്നുണ്ട് കേട്ടോ ചെറിയ ചൂടുവെള്ളത്തിൽ അങ്ങനെ തുടച്ചെടുക്കുമ്പോൾ. അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇത് ഫാദുവിൻ്റെ ഏരിയ കേട്ടോ, ഈ ചെറിയ ടേബിളിന്മേ. ഇവിടെ ഫാദുവിൻ്റെ എന്തെല്ലോ ലാപ്പ്, വാച്ച്, മോതിരം, റിങ്സൊക്കെ ഇല്ലേ, അതും അങ്ങനത്തെ എന്തെല്ലോ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാനുണ്ട് തന്നെ. അപ്പോൾ അതൊക്കെ പെട്ടെന്നൊന്ന് ക്ലീനാക്കി
പിന്നെ അതാ ഈ TV സ്റ്റാൻഡിൽ ഇവിടെ എല്ലാം നല്ലോണം ഈ വൈറ്റ് കളർ ആയതുകൊണ്ട് നല്ലോണം പൊടി ഇങ്ങനെ കാണും. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് മുണ്ടിങ്ങനെ തുടക്കുമ്പോൾ അത് ഒറ്റവട്ടം ഇങ്ങനെ തുടച്ചെടുത്താൽ മതിട്ടോ. പെട്ടെന്ന് തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. TVയും എല്ലാം ഞാനൊന്ന് ഇങ്ങനെ തുടച്ചെടുക്കും കേട്ടോ. ടേബിള്, സോഫ ഇതെല്ലാം തുടച്ച് കഴിഞ്ഞ് നല്ലോണം ഫാൻ ഇട്ട് കൊടുക്കണുണ്ട്, അല്ലെങ്കിൽ ഒരു സ്മെല്ല് വരും. പിന്നെ നല്ല നനഞ്ഞ തുണിയായിട്ട് തുടക്കരുത് കേട്ടോ, നല്ലോണം പിഴിഞ്ഞിട്ട് വേണം തുടച്ചെടുക്കാൻ കേട്ടോ. ചണ്ടിയിൽ തുടച്ചെടുത്താൽ അതൊരു സ്മെല്ല് വരും സോഫ. അപ്പം വെള്ളം നല്ലോണം പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കട്ടോ. അപ്പം ഹാളിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമാധാനമാണ് കേട്ടോ, എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ. ഇനിതാ ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പഴയ ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഇതാ വേറെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഡേയിലിട്ടാ എനിക്ക് കുറേ മെസ്സേജ് വരും കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ. എനിക്ക് ചിലപ്പോൾ ഇൻസ്റ്റയിലും മെസ്സേജ് അയക്കലുണ്ട്, ഇതാ നിങ്ങളെന്തോ ഹോം ടൂർ കാണിക്കാത്തത്, നല്ലുണ്ടല്ലോ ഫുള്ളായിട്ട് കാണിക്കുക. ഞാനിങ്ങനെ വീഡിയോസിലെല്ലാം കാണിച്ചിട്ട് പിന്നെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇനിയിപ്പം നിങ്ങൾക്ക് ഹോം ടൂർ വേണോ വേണ്ടേന്ന് ഒന്ന് കമൻ്റ് ആക്കണേ. റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കട്ടോ. ഇനിതാ ബെഡ്റൂമും ഫുള്ളായിട്ട് ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബെഡ്റൂമിലും ഞാൻ ഫാനും കാര്യങ്ങളൊക്കെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കും ബോറാവൂലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ബെഡ്റൂം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ആക്കലും കഴിഞ്ഞിട്ടുണ്ട്. ബാൽക്കണി വാഷാക്കാനും വേണ്ടിയിട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെല്ലാം കൂടെ കഴിയില്ല, നാളെ എന്താ വെച്ചാൽ എനിക്ക് ഒരു റെസിപ്പി ചെയ്യാനും ഉണ്ടല്ലോ, ഫുഡ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ ബാൽക്കണി കുറച്ച് നല്ലോണം പൊടി വാറിയിട്ടുണ്ടാവും, കാര്യം ഇന്നലെ നല്ല പൊടിക്കാറ്റടിച്ചിട്ടുണ്ട്. അപ്പം അത് നാളേക്കൊക്കെ വെച്ചിട്ട് വാഷ്റൂമും കാര്യങ്ങളും എല്ലാം തുടക്കൽ അടിച്ചേരൽ എല്ലാം ക്ലീൻ ആക്കൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാഷാഅല്ലാഹ് ഒരു സമാധാനമാണ്. അപ്പോൾ മാറ്റെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് അതെല്ലാം റെഡി ആക്കിയിട്ടിട്ട് ഇനി ഇതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് നമ്മളെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ ഒരു ക്യാപ്സിക്കം, ഒരു ഉള്ളി, ഒരു തക്കാളി അത് ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കൊരു മന്തി മസാല റെഡിയാക്കണം. അതിനായിട്ട് ഇതാ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഇത് ഒരേ അളവിലെടുക്കട്ടോ. എന്നിട്ട് ഇതാ മിക്സിൻ്റെ ജാറിൽ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ചോപ്പർ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് കേട്ടോ. പിന്നെ ട്രെൻഡിയോളിൽ ഇപ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട്, ഞാൻ സ്റ്റോറി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഓഫറാണ്, അത്രയും ചെറിയ പൈസക്ക് ആന്നിട്ടാ ഇപ്പം ട്രെൻഡിയോളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, നല്ല നല്ല ചോപ്പറെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കട്ടോ, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, ഫാസല്ലു എന്നാണ്. അപ്പോൾ അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി കേട്ടോ. ചോപ്പറിൻ്റെ ലിങ്ക് ചോദിച്ചാൽ ഞാൻ ലിങ്ക് അയച്ചു തരാം, നിങ്ങളതിൽ കയറിയിട്ട് പർച്ചേസ് ആക്കുക. ഡിസ്കൗണ്ട് കോഡ് യൂസ് ആക്കാൻ മറക്കരുത് കേട്ടോ. എന്ത് പർച്ചേസ് ആക്കുകയെന്നുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ ഡിസ്കൗണ്ട് കോഡ് യൂസ് ആക്കുക. അപ്പോൾ നല്ല ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ മട്ടന് നമ്മൾ തുടക്കുന്നതിൻ്റെ മുന്നേ വെച്ചിട്ട് പോയിനല്ലേ, അപ്പം ഞാൻ ഒരു 5-6 വിസിലടിച്ചിട്ട് ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. മട്ടനും ചില മട്ടനും ഒരു 10 വിസിലെല്ലാം ആവണം, എന്നാലേ കറക്റ്റ് വേവുള്ളൂ. ഇതൊരു 6 വിസിലായപ്പം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിൽ നിന്നില്ല മട്ടൻ്റെ പീസ് മാത്രം എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലുള്ള ഉള്ളി, തക്കാളി ഇതെല്ലാം നല്ലോണം ഉടച്ചിട്ട് ഒരു അരിപ്പയിൽ അരിച്ചിട്ട് അതിൻ്റെ സത്തത ഞാൻ ആ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം അരിപ്പയിൽ അരിക്കുക, നല്ലോണം അരിക്കണം കേട്ടോ. വെളുത്തുള്ളിൻ്റെയും ഒക്കെ ആ ഒരു ഇതുണ്ടാവും, അപ്പോൾ നല്ലോണം അരിക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ആ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കട്ടോ. ഇതിപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായതുകൊണ്ട് ഞാനൊന്നും കൂടെ വറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റ് ആവും. അപ്പോഴേക്കും ഇതാ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അരി വേവിക്കാൻ. ഞാനിപ്പം 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ വെള്ളം എടുക്കാൻ നോക്കട്ടോ അരിയെല്ലാം വേവിക്കുമ്പോൾ. പിന്നെ ഞാൻ ഈ അരി ബസ്മതി റൈസാണ്, ഇത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷം കഴുകിയതിൻ്റെ ശേഷമാണ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്. എന്നിട്ട് ഞാൻ ഊറ്റിയെടുത്തിട്ട് ഇതാ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. വെള്ളത്തിനെക്കാട്ടി കുറച്ചും കൂടെ ഉപ്പ് കൂടുതൽ വേണം, എന്നാലേ കറക്റ്റായിട്ട് അരിയിൽ ഉപ്പുണ്ടാവുള്ളൂ കേട്ടോ.
പിന്നെ കുറച്ച് സുർക്കിയും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ചോറ് അപ്പുറം ഒന്നും ഒട്ടി പോകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റൈസ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേവും. അപ്പോൾ അത് നോക്കി കറക്റ്റ് വേവിലെടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് വെന്തിരിക്കണം. വേവ് കൂടി പോകരുത്, കുറഞ്ഞു പോകരുത്. കറക്റ്റ് വേവിൽ തന്നെ എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാൻ ആ മട്ടൻ്റെ പീസ് വേറെ വെച്ചില്ലേനോ, അത് മല്ലി മുളക് അതൊരു മസാലപ്പൊടി നമ്മൾ ഉണ്ടാക്കില്ലേ, മല്ലി കുരുമുളക് ജീരകം അത് പൊടിച്ചത് കുറച്ച് ആ ഒരു മട്ടനിൽ കുറച്ചൊന്ന് വിതറി കൊടുക്കണം കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂണ് അങ്ങനെ മസാല തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പറയാൻ വിട്ടുപോയതാണ്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി പൗഡർ അങ്ങനെ വെക്കണം കേട്ടോ. ഫുള്ളായിട്ട് മസാല ഇട്ട് കൊടുക്കരുത്. ഇതാ ഞാൻ മന്തി ഉണ്ടാക്കുന്നത് നമ്മളെ കാസ്റ്റ് അയണില്ലേ ആ ഒരു പോട്ടിലാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, ചൂടായി കിട്ടാൻ കുറച്ച് ടൈമുണ്ട്. പക്ഷേ ചൂടായാലും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. പെട്ടെന്ന് ഉള്ളി വാടുന്നുണ്ട്, തക്കാളി പെട്ടെന്നാവുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അതാ ഞാൻ ഒരു ഉള്ളി കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിയെടുത്ത് ചോപ്പറിൽ തന്നെ ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഈ മന്തിക്കെല്ലാം ഇങ്ങനെ കിട്ടാൻ പാടില്ല. അപ്പോൾ അതിനാണ് ചോപ്പ് ചെയ്തെടുക്കുന്നുള്ളത്. പിന്നെ അതിലേക്ക് ഉള്ളി നല്ലോണം വെന്തതിൻ്റെ ശേഷം ചെറിയൊരു കളർ ചേഞ്ച് ആവും. ആ ഒരു ടൈമിൽ വേണം ഇതിലേക്ക് തക്കാളി ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് ചേർത്തെടുക്കാനും. തക്കാളിയും തന്നെ നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. വെന്തിട്ട് ഓയിലിങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ കറക്റ്റായിട്ട് ഉള്ളിയും തക്കാളിയിലും വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചില്ല മല്ലി കുരുമുളക് ചെറിയ ജീരകം അത് ബാക്കിയുള്ള പൊടി മൊത്തത്തിൽ ഇട്ടെടുത്തിട്ട് അതും നല്ലോണം ഒരു 2 മിനിറ്റ് ഓയിലിൽ നല്ലോണം വേവിച്ചെടുക്കട്ടെ. ആ ഒരു മസാലപ്പൊടി നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു ടൈമിൽ നമ്മൾ മാറ്റി വെച്ച മട്ടൻ ഉണ്ടല്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ചെറുതാക്കി ചോപ്പ് ചെയ്തതാണ്, അങ്ങനെ പീസ് പോലെ കിട്ടരുത്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 4-5 ഏലക്ക അതും കൂടെ ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വറ്റിക്കാൻ വെച്ചില്ലേനോ വെള്ളം, മട്ടൻ വേവിച്ച വെള്ളം ഉണ്ടല്ലേ അതിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ മട്ടൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നല്ലോണം ആ ഒരു ഓയിലില്ലേ ആ ഒരു മസാല എല്ലാം പൊടിച്ച് വരണം കേട്ടോ മട്ടനിൽ. അതിന് ശേഷം മാത്രം നമ്മൾ വറ്റിച്ച് വെച്ച മട്ടൻ്റെ ആ ഒരു വെള്ളമില്ലേ വേവിച്ച് അത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞതെല്ലാം ചേർത്ത് കൊടുക്കുക. ഡ്രൈ ലെമൺ, ഏലക്ക, കുരുമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഇതുപോലെ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഓയിൽ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതുവരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിൻ്റെ ശേഷം ഇതൊരു 2 മിനിറ്റില്ലേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഓയിൽ നല്ലോണം പുറത്തേക്ക് വരും. ആ ഒരു ഓയിലിൽ നിന്ന് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള തൈൽ തന്നെ ഇരിക്കട്ടെ. അത് നമുക്ക് മന്തിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് ചെയ്തിട്ടില്ലായിരുന്നു, ഞാനിപ്പോൾ കുറച്ചല്ലേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. കുറച്ച് കൂടുതലെല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇനിതാ ഓയിൽ നല്ലോണം തെളിഞ്ഞ് വന്നതിൻ്റെ ശേഷം മാത്രം കേട്ടോ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, ഉപ്പെല്ലാം കറക്റ്റ് നോക്കുക. എന്നിട്ട് നമ്മൾ റൈസ് ചേർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ അതിൽ നിന്ന് കുറച്ച് ഓയിൽ നമ്മൾ മുക്കി വെച്ചതിന് ശേഷം ഈ ഒരു ടൈമിൽ ഇതിൻ്റെ മുകളിൽ മൊത്തത്തിൽ റൈസിൻ്റെ മുകളിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഒരു ചെറിയ പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചാർക്കോളൊന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ചെടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട്. മന്തിക്ക് ഈ ഒരു പുക വന്നാലാണ് കേട്ടോ അതിൻ്റേതായിട്ടുള്ള സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവുക. അപ്പോൾ മൂടി വെക്കാൻ വേറെ വെയിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മൂടിയാണ് നല്ലോണം വെയിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചെടുത്താൽ മതി കേട്ടോ. അപ്പുറമൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാനത് വെച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ അടുപ്പൊന്ന് മാറ്റി ചെറിയ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തീ നല്ലോണം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ. വേണമെങ്കിൽ അടിയിലൊരു പാത്രമെല്ലാം വെക്കാം. എന്നിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ദമ്മിടുക. അതിൻ്റെ ശേഷം ഓഫാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ദമ്മ് പൊട്ടിക്കണം കേട്ടോ. നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും മുന്നെല്ലാം കുറേ റെസിപ്പിയെല്ലാം ചെയ്തതാണ്. എപ്പോഴും ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കുന്ന റെസിപ്പിയും കൂടെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാനോട് മറക്കരുത്. ഇതിപ്പം ഞാൻ റെസിപ്പി ചെയ്തത് എന്തായാലും പുതിയത് വന്ന സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ചിലപ്പോൾ പഴയതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കുറച്ചെല്ലാം വന്നല്ലോ സബ്സ്ക്രൈബേഴ്സ് പുതിയതെല്ലാം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് റെസിപ്പി ചെയ്തതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി അടിപൊളി റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരാം. അതുവരെയും ഓക്കെ ബൈ, താങ്ക് യു.